സിജു സ്പീക്കിംഗ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് ബില്ല് അടച്ച് നമ്മൾ മുടിയുമോ? അതിനു മുമ്പ് പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ സബ്ജക്റ്റിലേക്ക് വരാം. കറണ്ട് ബില്ല് അടച്ച് മുടിയുമോ? ശരിയാണ്, ഇന്നത്തെ കറണ്ട് ബില്ല് അടച്ച് നമ്മൾ മുടിയാൻ സാധ്യത കൂടുതലാണ്. കാരണം കറണ്ട് ബില്ല് പഴയതുപോലെയല്ല, യൂണിറ്റ് ചാർജസ് കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ACD പോലെയുള്ള അഡ്വാൻസ് നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരുന്നു. ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? മഴക്കാലത്താണ് നമ്മുടെ വയറിങ്ങിനൊക്കെ പ്രശ്നം വരുന്നത്. അങ്ങനെ നനവോ മറ്റു കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ കറണ്ട് നമുക്കറിയാം എർത്തിങ് പിടിച്ച് കറണ്ട് ചാർജ് വൻ രീതിയിൽ കൂടുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അടച്ച കറണ്ട് ചാർജ് എൻ്റെ പകുതി ആണ് നമ്മുടെ ACD ചാർജസ് ആയിട്ട് വരുന്നത്. അതായത് 2 തവണ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 5000 രൂപ വെച്ച് നമുക്ക് എപ്പോഴെങ്കിലും കറണ്ട് ചാർജ് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ചാർജ് തന്നെയാണ്, അതിൻ്റെ പകുതിയാണ് നമ്മൾ ACD ചാർജായിട്ട് എടുക്കുക. അതായത് ഏറ്റവും കൂടുതൽ അടച്ച ബില്ല് മാത്രമാണ് എടുക്കുക, അതിൻ്റെ പകുതി നമ്മൾ ACD ആയിട്ട് വർഷാവർഷം അടയ്ക്കേണ്ടി വരും. ഇനി 3 മാസം കൂടുമ്പോൾ നമ്മുടെ ACD ചാർജസ് കുറയുകയാണെങ്കിൽ അതും ACD ലെവൽ ചെയ്യേണ്ടതും അങ്ങനെയൊക്കെ ഒരു കണക്കും ഒക്കെ ഉള്ളതായിട്ട് അറിയുന്നു. എന്തൊക്കെ ആയാലും നമ്മുടെ വീട്ടിൻ്റെ ബഡ്ജറ്റ് തകർക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന കറണ്ട് ചാർജ് ഇനി മുതൽ മുന്നോട്ട് വരുന്നത് തന്നെ എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം പണ്ട് ഇതുപോലെയായിരുന്നു നമ്മുടെ കേബിൾ കണക്ഷൻ, പത്രം, ഇതെല്ലാം തന്നെ നമുക്ക് മാസം ഒരു തലവേദന ഉണ്ടാക്കിയാണ്. അതായത് നമുക്ക് ഒരു പക്ഷേ വരുമാനം കുറഞ്ഞിരുന്നാലും ഇതെല്ലാം അടച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ നമുക്കൊരു മാർഗം വന്നു. സൺ ഡയറക്റ്റ്, അതുപോലെ ഡിഷ് TV ഇതൊക്കെ വന്നപ്പോൾ നമുക്ക് ആ ഡിഷ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ പൈസ ഉണ്ടായി ചാർജ് ചെയ്യും, ഇല്ലെങ്കിൽ ചാർജ് ചെയ്യില്ല. അപ്പോൾ ആരും നമ്മുടെ ശല്യത്തിന് വരത്തില്ല. നമുക്ക് ഒരു ശല്യവുമില്ല. പിന്നെ ആമസോൺ വന്നു, അതും ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി കറണ്ടും അങ്ങനെ വല്ലതും വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു തലവേദന മാത്രമല്ല, നമ്മൾ ഒരു കുടുംബം, സാധാരണ കുടുംബത്തിലെ എല്ലാം നമ്മൾ ബഡ്ജറ്റുകൾ കണക്കുകൂട്ടിയാണ് ജീവിക്കുന്നത്. മക്കളുടെ പഠിത്തം, അതുപോലെ നമ്മുടെ ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കാൻ, ഇതൊന്നും ഇപ്പോൾ സാധിക്കാറില്ല. കാരണം ഇങ്ങനെയുള്ള കറണ്ട് ചാർജ് നമ്മളെ ചുമത്തുന്നത് കാരണം നമ്മുടെ പല ആഗ്രഹങ്ങളും, ഒന്ന് കുടുംബമായിട്ട് വെളിയിൽ പോകണം, ഇതെല്ലാം പോവുകയാണ്. കാരണം ഈ ഭീമമായ പൈസ അടച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ അധ്വാനിക്കുന്നതും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതും പൈസ പോകുന്ന വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാറ്റുവാൻ എന്താണ് മാർഗം എന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്വയം പര്യാപ്തത കറണ്ടൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ എല്ലാവരും സോളാർ പാനൽ അല്ലെങ്കിൽ സോളാർ പവറിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അത് ആദ്യത്തെ മുടക്കുകളാണ് നമ്മളെ കൊണ്ട് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത. ഏകദേശം 2 ലക്ഷം രൂപ, 1,50,000 രൂപയൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ കൊച്ചു മാർഗങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ വെളിയിലത്തേക്ക് ലൈറ്റ് തന്നെ നമ്മുടെ ആമസോൺ ഓൺലൈനിലൊക്കെ കിട്ടും. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ചാർജായി രാത്രി നമുക്ക് കത്തിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് വെളിയിലൊക്കെ ഉള്ള ലൈറ്റുകൾ ഒരുവിധം ലാഭിച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ ലൈറ്റുകളും ഒക്കെ 800 രൂപയ്ക്ക് 3 ലൈറ്റ്, 500 രൂപയ്ക്ക് ചിലപ്പോൾ 2 ലൈറ്റ്, ചിലപ്പോൾ 1 ലൈറ്റ്, അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. എന്നിരുന്നാലും ഇതുപോലെയുള്ള മാറ്റങ്ങളിലേക്ക് മാറിയാൽ നമുക്ക് ഭാവിയിൽ ഒരുപാട് കറണ്ട് ചാർജസ് കുറയ്ക്കുവാനും ഡെപ്പോസിറ്റ് ചാർജസും ഒക്കെ കുറയ്ക്കുവാനും സാധിക്കും. അല്ലെങ്കിൽ ശരി, എന്തെങ്കിലും ചിട്ടിയിലോ എങ്ങാനും ചേർന്ന് ഒരു സോളാർ പാനലിലേക്ക് പോകണം. കാരണം നമുക്ക് വിൻഡ് പവർ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള സ്ഥലമൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. 5 സെന്റ്, 4 സെന്റ്, 10 സെന്റിലൊക്കെ വീടുള്ളവർക്ക് എങ്ങനെയാണ് ഈ വിൻഡ് കാര്യങ്ങളൊന്നും നടക്കാത്തതുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.